ആ വരുമെന്നാണ് തോന്നുന്നത്. തോണ്ടേന്ന്. ഹലോ മച്ചാമാരെ, എല്ലാ മച്ചാമാർക്കും AKS ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഗെയ്സ്, നമ്മൾ വീണ്ടും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം സ്കാരി ഡോറിമോൻ ഹോട്ടൽ. അപ്പോൾ ഗെയ്സ്, ഇതെന്ന് പറയുന്നത് നമ്മളൊരു ചുമന്ന ഡോറിമോനാണ്, ഹൊറർ എന്നൊക്കെയാണ് പറയണത്. നമ്മൾ ഗ്രാനി കളിച്ചിട്ടുണ്ടല്ലോ. അപ്പം അധികം പറഞ്ഞ് താമസിക്കുക ഗെയ്സ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഫൈനലി നമ്മളെ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ആദ്യം തന്നെ വീട് കത്തുന്നുണ്ട് ഗൈസ്. നാട്ടുകാരെ ഓടി വരണേ, വീട് കത്തണേ. എനിക്ക് തോന്നുന്നു എൻ്റെ വീടാണെന്ന് ഗൈസ്. എൻ്റെ വീട് കത്തുന്ന ഗൈസ്. തോന്നുന്നു അവിടെ ഒരു വെളിച്ചം. അവിടെ ഒരു ഡോറുണ്ട്. ഗൈസ്, തുടങ്ങുമ്പം തന്നെ ഫുൾ ഇരുട്ടാണ് ഗൈസ്. ഫുൾ ഡാർക്കാണ്. ഗ്രാനിയിൽ പോലും ഇത്ര ഇരുട്ടില്ലായിരുന്നു ഗൈസ്. എടാ, ഇത് ഇരുട്ടെന്ന് വെച്ചാൽ ഇരുട്ടൊന്നും കാണുന്നില്ല. എന്തുവാന്നാണ് എന്തോ ഒന്നും കാണത്തില്ല ഗെയ്സ്. അപ്പോൾ നമുക്ക് ടോർച്ചുണ്ട് ഗെയ്സ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ലൈറ്റ് അടിക്കാം. ഓക്കെ, അങ്ങനെ ഡോറ് തുറന്നിട്ടുണ്ട് ഗെയ്സ്. ഇതാണ് ഡോറിമോൻ ഗെയ്സ്. ഇത് ചുമന്ന ഡോറിമോൻ എന്നൊക്കെ ഹൊറർ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന ഡോറിമോനാണ്. ഞാൻ അധികം കാണാറില്ല. എന്നാലും എനിക്കിത് വലിയ സംഭവമായിട്ട് തോന്നണില്ല ഗെയ്സ്. അതൊരു ഡോറിമോൻ, അത്രേ ഉള്ളൂ. ഞാൻ ചുമ്മാ അറിഞ്ഞാണ് കേട്ടോ. ഈ ഡോറിമോൻ എന്തേലും അതറിയാം, ഹൊററുണ്ട് കേട്ടോ ഗെയ്സ്. അപ്പോൾ നമ്മൾ പാവം ഡോറിമോനെ കണക്കല്ല ഗെയ്സ്, കുറച്ച് ഹൊററൊക്കെ ഉണ്ട് ഗൈസ്. ഡോറിമോനാണെങ്കിൽ നമുക്കൊരു ഹോട്ടൽ തന്നിട്ടുണ്ട് ഗൈസ് ഉറങ്ങാൻ. നമ്മളെ വീട് കത്തിപ്പോയില്ലേ ഗൈസ്, അതുകൊണ്ട് ഒരു ഹോട്ടൽ ഡോറിമോൻ തന്നിട്ടുണ്ട്. ഇതെന്തുവാടെ, കിച്ചണോ? ചുമ്മാ അറിഞ്ഞേന് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് പോയി നോക്കാം കേട്ടോ ഗൈസ്. ഇവിടെ സ്റ്റേഴ്സ് എന്ന് പറയുന്ന റൂമുണ്ട്, പിന്നെ ടോയ്ലറ്റ് എന്ന് പറയുന്ന റൂമുണ്ട്. നമ്മളെന്തറിയാം ടോയ്ലറ്റിലാണ് കിടക്കണേ. നമുക്ക് നമ്മുടെ റൂം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബെഡ് നമുക്ക് പോയി കിടക്കാം ഗൈസ്. അങ്ങനെ നൈറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. മധ്യരാത്രിയാണെന്ന് തോന്നുന്നുണ്ട്. ആരോ നമ്മളെ കതവ് തട്ടുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇതാര്, ചുമന്ന ഡോറിമോനാ? ഇവനെന്തിനും ഇവിടെ കാര്യം? ഇവിടെ ഒരാൾ സ്വസ്ഥമായിട്ട് ഉറങ്ങിയില്ലേ ഗൈസ്? ഡോറിമോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോറിമോൻ പറയാണ് അവൻ്റെ റൂം വൃത്തികേടാണ്, നമ്മൾ വേണം വൃത്തിയാക്കി കൊടുക്കാമെന്ന്. എന്തുവാടെ, കസ്റ്റമറിനെ കൊണ്ട് ജോലി ചെയ്യണം, എൻ്റെ പട്ടി ചെയ്യും. വേറെ വരിയൊന്നുമില്ല, ചെയ്തേ പറ്റും. അവനാണെങ്കിൽ പതുക്കെ നടക്കണുള്ളൂ, സ്പീഡൊന്നും നടക്കുന്നില്ല. എന്തുവാടേ ഗൈസ്? കാണുന്നതാണ് ആ ഡോറിമോൻ്റെ റൂം. നമുക്ക് അങ്ങോട്ട് പോവാം. ഡോറിമോനാണെങ്കിൽ ഏതോ പടത്തിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് തിരിഞ്ഞ്. ഇതെന്തുവാടെ, ഒരു പട്ടിയുടെ ഫോട്ടോയൊക്കെ? ഇത് എന്ത്, എനിക്ക് മനസ്സിലായില്ല ഗൈസ്. എന്തോ മിമ്മീസാണ് തോന്നുന്നത്. ഓ ഡോറിമോൻ, ഇനി എന്ത് ചെയ്യണം പറയൂ ഗൈസ്. ഡോറിമോൻ പറയാണ് നമ്മൾ സ്റ്റോറിൽ പോയി ചൂലെടുത്തിട്ട് ഇവിടെയൊക്കെ വൃത്തിയാകണമെന്ന്. എന്തേലും ഡോറിമോനാണ് നാറി, കസ്റ്റമറിനെ കൊണ്ട് പണി എടുപ്പിക്കുന്നത്. നമ്മളെ പാസ് ഡോറിമോനാണെങ്കിൽ ഇതൊന്നും ചെയ്യൂലായിരുന്നു. ഇതേതാ പേട്ട ചെറുക്കൻ. നമ്മളങ്ങനെ ചൂലെടുത്തിട്ടുണ്ട്. ഇരിക്കണം ഡോറിമോൻ. മൈൻഡ്രയ്ക്ക് മണ്ടയിലെത്തിയ ആദ്യം അവൻ്റെ മുഖം അങ്ങ് വൃത്തിയാക്കിയാലേ. കുളിക്കൂല, സോപ്പും തേക്കില്ല, ബ്ലഡി ഫുൾ. നമ്മളിനി മേളിൽ പോയി എല്ലാം വൃത്തിയാക്കണം. ഇത് വാടേ, മുകളിൽ ഫുള്ള് ചോരയാ. ഇതെന്തോ ജോലി ഇവിടെ ചെയ്യണത്? നമ്മളെ പാവം ഡോറിമോനാണെങ്കിൽ എല്ലാവരും സഹായിക്കേണ്ടി കാണാം. ഇത് ഫുള്ള് ചോരക്കളിയാണല്ലോ. ഇവ ഏതടാ? നമുക്കിനി വൃത്തിയാക്കി തുടങ്ങാം. കുറെ നേരത്തെ കഠിനാധ്വാനത്തിന് ശേഷം നമ്മൾ കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത്തിരിയും കൂടെ ഉള്ളൂ. ഒന്നടെ ഭൂമി ഒലുക്കുമോ? എന്തൊരു ശബ്ദത്തോടെ ഗൈസ്. ഇവർ പറയുന്നത് സോഫയുടെ അടുത്തോട്ടൊന്ന് പോയി നോക്കാനാണ്. സോഫയുടെ അടുത്ത് പോയപ്പോൾ അവിടെ ഒന്നുമില്ല. മറ്റേ റൂമിലോട്ട് തന്നെ പോകാം. ഇത് വടേ, എന്തൊരു ചവറടേ ഇത്. കഷ്ടപ്പെട്ട് ചെയ്തതാണ്. വരെ മണിക്കൂറായി ഞാൻ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ട്. എന്തുവാടേ, എത്ര ചവറ. ഡോറിമോൻ്റെ അടുത്ത് ചെന്ന് പറയാം. എനിക്ക് അപ്പരേ തോന്നിയായിരുന്നു അവൻ്റെ റൂമിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന്. Memang kurang ajar ni, bawa mata layar dulu sini. Something. Speak English. Fuck you. ഡോറിമോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറയാണ് നീ തന്നെ ചെയ്തോ, നീ വൃത്തിയാക്കിയില്ലെങ്കിൽ എന്നെ കൊന്നു കളയുമെന്നൊക്കെയാണ് കേസ് പറയണത്. ഒരു കസ്റ്റമറിനെ കൊണ്ട് അവൻ എല്ലാം ജോലി ചെയ്യിപ്പിക്കുകയാണ്. കസ്റ്റമറിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് പോലെ തന്നെ പൈസ പോലും തരാതെ അവൻ കൊല്ലുമെന്ന ഭീഷണിയിൽ നമ്മളെ ജോലി ചെയ്യിപ്പിക്കുകയാണ് കേസ്. എന്തോന്നടാ, മോട്ടറാ? കണ്ടിട്ട് മോട്ടറാണൊക്കെ ഇരിക്കണം. എന്തായാലും എടുത്തേക്കാം. ഡോറിമോൻ, ഇത് വെച്ച് എന്തിനു ചെയ്യണം പറയില്ല. ഫോട്ടോ ഉണ്ടോ? ഡോറിമോൻ്റെ അപ്പൂപ്പനാണെന്നാണ് തോന്നുന്നത്. സിഗരറ്റ് വലിച്ചിരിക്കണം. എന്തുവാടേ? കിച്ചണിലോട്ട് പോയി നോക്കാം. ഇതെന്തോന്ന്, ഒരു കുടം, കറുത്ത കുടം. എന്തോന്നെങ്കിലും ആവട്ടെ, പിന്നെ അത് ശുദ്ധീകരിക്കാം.
മോട്ടറും വെച്ച് എന്തിരിച്ചേ? എന്തെങ്കിലും ഉപയോഗം കാണും. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നത് ടോയ്ലറ്റിൽ ഇതിൻ്റെ ആവശ്യം വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ടോയ്ലറ്റിന് ഇതിൻ്റെ ആവശ്യമൊന്നും വരില്ല. റൂമിൽ പോയി നോക്കാം, അവിടെ എന്തെങ്കിലും ആവശ്യം വന്നേക്കാം. തോന്നാടാ കട്ടിലിൻ്റെ ഉണ്ടെങ്കിൽ ഒരു ചുമന്ന ബട്ടൺ കണക്ക് എന്തോന്നാ സാധനം. പിന്നെ ഞാൻ നേരത്തെ വന്നപ്പോൾ മേശ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സാധനം എടുത്ത് ആ മേശയിലോട്ട് അങ്ങ് ഇട്ടേക്കാം. പിന്നെ ആ ചുവന്ന ബട്ടനും കൂടെ അതിലോട്ട് അങ്ങ് ഇട്ടേക്കാം. എൻ്റെ ബലമായ സംശയം നമ്മളന്ന് നേരത്തെ കിച്ചണിൽ കണ്ട കുടമില്ലേ കറുത്ത, അത് ഇതിലോട്ട് ഇടാനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. നേരെ കൊണ്ട് ആ മേശയിലോട്ട് ഇട്ട് നോക്കാം. എടാ എന്തോ പൊന്തി വരുന്നുണ്ട്. വാക്യൂം ക്ലീനറോ? ഇത് വെച്ചായിരിക്കും നമ്മൾ വൃത്തിയാക്കുന്നത്. ഡോറിമോൻ കൊള്ളാം, മറ്റതുപോലെ തന്നെ ഗാഡ്ജറ്റൊക്കെ തന്നെയുണ്ട്. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. നമ്മൾ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനി ഒന്നുകൂടെ ആദ്യം തൊട്ട് ക്ലീൻ ചെയ്യണമെന്നാണ്. തന്നെ അരമണിക്കൂർ വൃത്തിയാക്കിയത് ഇനി ഒന്നുകൂടെ വൃത്തിയാക്കണ്ടേ? അത് ഇരട്ടിയും കൂടെ ഉണ്ട്. ഇരട്ടി പണിയായിട്ട് തുടങ്ങിയേക്കാം. അപ്പോൾ ഗൈസ് മുക്കാൽ മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ റൂം അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് ചെന്ന് ഡോറിമോൻ്റെ അടുത്ത് ചെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഡോറിമോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഡോറിമോൻ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഡോറിമോൻ പറയുന്നത് ഇപ്പം പോയി ഉറങ്ങാനാണ്, പൈസ നാളെ തരാമെന്നാണ്. നട്ടപ്പാതിരയ്ക്ക് എണീപ്പിച്ച് ജോലി ചെയ്യിപ്പിച്ചിട്ട് പൈസ നാളെ തരാമെന്ന്. എന്തായാലും ഇപ്പം പോയി ഉറങ്ങിയേക്കാം. ഗൈസ് അങ്ങനെ നൈറ്റ് 2 സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോലെ ഇരുട്ടത്ത് ടോർച്ച് ഓൺ ആക്കാം. ഡോറിമോൻ പൈസ താ. പൈസ ഈ അഹങ്കാരി ഡോറിമോൻ പറയണ അവന് കേക്ക് ഉണ്ടാക്കി കൊടുത്താലേ അവൻ പൈസ തരുവുള്ളൂ. ഇന്നലെ കൊണ്ട് നട്ടപ്പാതിരയ്ക്ക് ജോലി ചെയ്യിപ്പിച്ച് പൈസ തരാൻ നോക്കിയപ്പോൾ അവൻ ഇന്നും കേക്ക് ഉണ്ടാക്കി കൊടുത്താലേ അവന് പൈസ തരുവുള്ളൂ. നൈസ് പോയി, അല്ലെങ്കിൽ അറിഞ്ഞു പിഴുത്തൻ അവനെ. ഗൈസ് കിച്ചണിലോട്ട് പോയി നോക്കാം. എന്തോ സ്ക്രിപ്റ്റ്. എടാ ഇത് വെച്ചായിരിക്കും കേക്ക് ഉണ്ടാക്കണത്. ഇതിലൊരു സാധനമുണ്ട്. 3 സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഇത് തപ്പാം. കുറേ നേരം അന്വേഷിച്ചതിന് ശേഷം റൂമിൽ നിന്ന് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഒരു ചുമന്ന സാധനം. ഇതിനി ആ മഷിയിലോട്ട് കൊണ്ടുപോയി ഇടാം. ഇനി ഒരു ചുമന്ന സാധനവും കൂടെയാണ് കിട്ടാനുള്ളത്. അതും കൂടെ കിട്ടി നമുക്ക് കേക്ക് ഉണ്ടാക്കണ മെഷീൻ ഉണ്ടാക്കാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു ഇനി ടോയ്ലറ്റിലൊക്കെ നോക്കണമെന്ന്. അവിടെ ഞാൻ നോക്കിയില്ല. അവിടെ നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഇനി ഡോറിമോൻ്റെ റൂം മാത്രമേ ഇനി നോക്കാവുള്ളൂ. അത് നോക്കിയിട്ട് നോക്കാം. അതുകൊണ്ടിരിക്കണം ആ സാധനം. ഇത് തന്നെ നമുക്കിനി ആ മെഷീനിലോട്ട് തന്നെ ഇടാം. ഗൈസ് ഇത് എടുത്ത് ആ മെഷീനിലോട്ട് ഇട്ടപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് വേണം നമുക്ക് ഇനി ഉണ്ടാക്കാൻ. കിച്ചണിലോട്ട് കൊണ്ടുവയ്ക്കാം. ഇത് വച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ കേക്ക് ഉണ്ടാക്കും? ഇതെന്തോ കേക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് ഫൈനലി. ഇനി അത് എടുത്ത് ഡോറിമോന് കൊണ്ടു കൊടുക്കാം. ഡോറിമോൻ നീ പറഞ്ഞ കേക്ക് ഇനി പൈസ താ. ഈ കള്ളപ്പോച്ചയെ കൊണ്ട് ജീവിക്കാൻ വയ്യ ഗൈസ്. ഇന്നലെ നമ്മളെ പറ്റിച്ച് ഗൈസ് പോയി ഉറങ്ങാം. ഇന്നും അങ്ങനെ തന്നെ പറയണത്. നാളെ പൈസ തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഇനി പോയി ഉറങ്ങിയേക്കാം. അപ്പോൾ നൈറ്റ് 3 സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഇരുട്ടിൽ തന്നെയാണ് തുടക്കം. ടോർച്ച് ഓണാക്കാം. ഡോറിമോ ഇനിയെങ്കിലും പൈസ താ. കുറേ നാളായിട്ട് നീ പറ്റിക്കുകയാണ്. ഇന്നെങ്കിലും തന്നേ പറ്റൂ. ഡോറിമോ നമ്മളെ അടുത്ത് ചോദിച്ചു അവൻ്റെ മുഖം ക്യൂട്ടാണോന്ന്. നമ്മൾ പറഞ്ഞു അഴിക്കുകയാണ്. സത്യമില്ലേ കേസ്. പിന്നെ അവൻ ദേഷ്യപ്പെട്ട് തരൂലെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ നല്ലതെന്ന് പറഞ്ഞ് കേസ്. കഷ്ടകാലമായി പോയി. അവൻ്റെ മുഖം നോക്കാൻ വേണ്ടി നമ്മളൊരു കണ്ണാടി കൊണ്ടുവന്നു വന്നു. അത് വെച്ച് അവൻ്റെ ഒരു മാജിക് മിറർ എന്നൊക്കെയാണ് പറയണത്. ആ ടോയ്ലറ്റിൽ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തുവാടെ കണ്ണാടിയൊക്കെ ടോയ്ലറ്റിൽ ആരുടെ എടുത്ത് വെച്ചത്? ഗൈസ് ഇവിടെ സീപ്പ് എന്ന് പറയുന്ന എന്തെങ്കിലും സാധനമുണ്ട്. ഇനി നമുക്ക് എന്തോ ഒരു ചാർട്ടോ അതും ഇവിടെ ഉണ്ട്. നമുക്ക് ടോയ്ലറ്റിൽ നിന്ന് എന്തെങ്കിലും ചുമന്ന സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ആ മെഷീനിൽ കൊണ്ടിടാം. ഇതിൽ പറയുന്നത് ഒരു ചുമന്ന സാധനവും പിന്നെ മഞ്ഞ സാധനവും പിന്നെ എന്താണൊക്കത്തെ ഒരു മുഖവും കൂടെ ഇട്ട മാജിക്. ഇനി നമുക്ക് സ്റ്റോർ റൂമിൽ പോയി ഒന്ന് തപ്പാം. ഇവിടെ ഉണ്ടല്ലോ ആ മഞ്ഞ സാധനം. ഇതും കൂടെ നമുക്ക് അതിലോട്ട് എടുത്തിടാം. ഗൈസ് നമുക്ക് ഇനി മുഖം പോലുള്ള ഒരു സാധനവും കൂടെയാണ് വേണ്ടത്. എന്തോന്ന് ആ സോഫയുടെ മണ്ടയിൽ ഇതാണ് അവർ പറഞ്ഞ സാധനമെന്ന് തോന്നുന്നു.
അപ്പോൾ നമുക്ക് ഇതും കൂടി എടുത്ത് അതിൽ കൊണ്ട് ഇടാം. നമുക്ക് എന്തിനാ പുറത്ത് വന്നിട്ടുണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ആ ഗൈസ് അവിടെ എന്തോ ഇരിക്കുന്നുണ്ട്, അതാണ് മാജിക് മിറർ എന്ന് തോന്നുന്നു. ആ ഇത് തന്നെ, ഇത് എന്തിനാ പടമുണ്ട്. എടാ ഇത് നമ്മളെ ഒറിജിനൽ ഡോറിമോൻ അല്ലടാ, പാവൻ ഡോറിമോൻ. എടാ അതിൻ്റെ പടം കൊണ്ടാ ഇത് കൊടുത്തേക്കണ. വേണ്ടിയിരിക്കണ ഡോറിമോൻ വെറുതെ കടന്ന് ശല്യപ്പെടുത്തണം. എന്നാ പിടിച്ചോ നീ ആവശ്യപ്പെട്ട മാജിക് മിറർ. സ്വന്തം പടമെന്നും പറഞ്ഞ് അവൻ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കണേ. ഈ അവനുമായിട്ടൊരു ബന്ധമില്ലാത്ത രണ്ട് സാധനങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കണത്. എന്തോന്നടേ ഇവൻ നേരത്തെ പറഞ്ഞത് മാജിക് മിറർ കിട്ടുമ്പോൾ അവൻ നമ്മളെ അവിടെ നിന്ന് വിടാമെന്നാണ്. ഇപ്പം പറയണ ഞാൻ പോയി ഉറങ്ങിക്കോളാൻ, രാവിലെ വിടാമെന്ന്. എടാ ഇത് ഞാൻ റിയൽ ലൈഫിലാണെങ്കിൽ അവനെ അടിച്ചുറക്കിയേനെ കേസ്. ഓക്കെ ഉള്ള സമയം കഴിഞ്ഞു. അപ്പോൾ കേസ് അങ്ങനെ നൈറ്റ് 4 സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതെന്തിനാ, ഇത് നമ്മളെ റൂമല്ലേ? നമ്മൾ സാധാരണ സെറ്റൗട്ടിലല്ലേ നമ്മൾ സ്പോൺ ആവണത്. ഇതെന്ത് റൂമിൽ സ്പോണായത്? നമുക്ക് ഉടൻ തന്നെ പോയി ഡോറിമോനെ പോയി കാണാം കേസ്. ഡോറിമോനെ മര്യാദയ്ക്ക് കഷ്ടപ്പെട്ടതിൻ്റെ പൈസ എങ്ങറാ ഗൈസ്. ഫൈനലി ഡോറിമോ നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞു, പക്ഷേ മണ്ടയിലാണ് പൈസ ഇരിക്കണത്, അത് പോയി എടുക്കണമെന്ന് പറഞ്ഞു. അവസാനം പോകാൻ നേരത്ത് തന്നെ അവൻ പണിയും തന്നു ഗൈസ്. എന്തൊരു കഷ്ടമാണോ എന്തോ. ഇനി അവൻ്റെ പേഴ്സ് മണ്ടയിലാണ് ഇരിക്കണതെന്ന് പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോന്ന് ഇൻവെക്ഷൻ റൂം എന്ന് പറയുന്ന സാധനം. ഇത് തുറക്കാനും പറ്റുന്നില്ല. മുകളിലൊരു ടോയ്ലറ്റ് ഉണ്ട്, അതും തുറക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഏറ്റവും അറ്റത്തെ റൂമിലാണ് പേഴ്സ് വെച്ചേക്കുന്നതെന്ന് പറയുന്നത്. അവിടെയാണ് പോകാൻ പറഞ്ഞത് അവൻ. എടാ അതിൻ്റെ അകത്ത് എന്താ ഒരു പൂച്ച അങ്ങനത്തെ ഒരു സാധനം, 2 ചുമന്ന. എന്തുവാടെ പേടിച്ചുവാടെ, ഇത് എന്തോന്ന് ഗൈസ്. ഭയങ്കര സീനാണ് കേട്ടോ. ഇതെന്തോ ഞാൻ രാത്രിയാണിരുന്ന് കളിക്കണം. ഇപ്പം റെക്കോർഡ് ചെയ്യണത് 3 മണിക്കാണ് ഗീസ്. അങ്ങ് പേടിച്ചു കേട്ടോ, വല്ലാണ്ട് അങ്ങ് ഹൊററായിപ്പോയി ഗീസ്. അവിടെ ഒരു വേറെ മുറി, ഇതാണ് ഡോറിമോൻ പറഞ്ഞതെന്ന് തോന്നുന്നു ഗീസ്. അപ്പോൾ ഇത് അത് തന്നെ എഴുതിയേക്കണ ഗീസ്. പക്ഷേ ഇതൊന്നും കാണില്ല ഗീസ്, ഇതൊന്നും കാണില്ല. ഞാൻ പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നും കാണില്ല. ഡോറിൻ്റെ അവിടെ എന്തോ സൗണ്ട് ഞാൻ കേട്ട്, ഒന്ന് തുറന്ന് നോക്കാം. ഡോറിമോനാടാ. എടാ ഡോറിമോൻ നമ്മളെ ഇടിച്ചിട്ട് പോയടാ. എടാ ഇടിച്ചിട്ട് ഓടിയടവൻ. എടാ എന്തു സംഭവം എന്തുവാ. അപ്പോൾ ഗൈസ് ഫൈനലി ലാസ്റ്റ് നൈറ്റ് തുടങ്ങിയൊക്കെയാണ്. ഇനി എന്താവും എന്തോ സ്ഥിതി അറിയത്തില്ല. അപ്പം നമ്മളെ കയ്യിൽ എന്തോ സ്പ്രേ കണക്കത്തെ എന്തോ സാധനമുണ്ട്. ഇപ്പം നമ്മൾ ഏത് റൂമിൽ നിൽക്കണം? അതെന്തോടെ ഇതിപ്പോൾ എന്തോ സംഭവിച്ചത്, ഞാൻ പെട്ടെന്ന് പേടിച്ചു കേട്ടോ. ഡോറിമോൻ നമ്മളെ ഒന്ന് കടിച്ച് കീറിയ ഈസൊക്കെ എന്തോ സംഭവിച്ച്. ട്രൈ അഗെയിൻ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നെക്കി നോക്കാമേ. അവിടെ നിന്ന് ആരും ഓടി വന്നേസ്. അപ്പോൾ എടാ ഡോറിമോനാടാ. എടാ അവൻ്റെ പല്ലൊക്കെ വലുതായടാ. എടാ നമ്മളെ തിന്നാൻ വരെയാണെന്ന് തോന്നണ്ട, ഓടറാ. നമ്മളെ പിറകെ തന്നെ അവൻ എന്തുവാണാ. നമ്മൾ പിന്നെയും ചത്തു, പിന്നെയും ട്രൈ അഗെയിൻ തന്നെ കൊടുക്കാം. എനിക്കിവിടെ എന്തിനാണ് നടക്കണതെന്ന് ഒരു പിടിയില്ല. ഈ എന്തോ മിച്ചാൻ്റെ റൂം ലൈറ്റ് എടുക്കാമെന്നൊക്കെ പറയണേ, എനിക്കൊന്നും മനസ്സിലാവില്ല ഗെയ്സ്. എടാ മിച്ചാൻ അതെന്തോന്ന്. എടാ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഡോറിമോൻ സീരീസ് ഇല്ലേ, അതിലൊരു ഡോറിമോൻ്റെ ലൈനുണ്ടല്ലോ, ഒരു പൂച്ച, അതിൻ്റെ പേര് മിച്ചാനെന്നാണ്. അതായിരിക്കും ഇത് ഉദ്ദേശിക്കണ. അപ്പം നമ്മൾ കണ്ട് മുകളിലത്തെ റൂമിൽ നമ്മൾ പേടിച്ചില്ലായിരുന്നു, ഒരു 2 കണ്ണുള്ള ചുവന്ന കളറുള്ള പൂച്ച. അവിടെ നിന്നായിരിക്കും ലൈറ്റ് എടുക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. പിറകിൽ തന്നെ അപ്പോൾ ഉണ്ട്, നമുക്ക് സ്റ്റെയർ കയറി പെട്ടെന്ന് മുകളിലോട്ട് പോകണം. മുകളിൽ നിന്നും ഡോറിമോൻ വരണം. ഇത് വാടക ഇച്ചിരി പതുക്കേക്ക് വാടക, 2 സൈഡിൽ നിന്നും ഡോറിമോൻ വരുന്നത്. ഗൈസ് ഇനി എന്തിൽ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഗ്രാനി കളിച്ചത് ഇത്ര പാടൊന്നുമില്ലായിരുന്നു, അതിനെക്കാട്ടി വലിയ ഹൊററാണ് ഈ ഗെയിം. ഗ്രാനി കളിച്ചത് തന്നെ 10 മണിക്കാണ്, ഇത് 3 മണിയായി ഗൈസ്. എന്തുവാടെ ഇതാ പിന്നെയും വേണം. പിന്നെയും ചത്തു. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ 15 മിനിറ്റോളം ചത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഡോറിമോൻ സ്റ്റെയറിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് താഴോട്ട് പോകാം. കറങ്ങണം. ഇങ്ങനെ തന്നെ കറങ്ങാം. സ്റ്റെയറിൻ്റെ മണ്ടയിലോട്ട് കയറി പോകുമ്പോൾ അവിടെ ഒരു സോഫ കിടപ്പുണ്ട്. അപ്പോൾ സോഫയിൽ അങ്ങോട്ട് നമുക്കൊന്ന് പോകണം. എന്തുവാടെ, എവിടെ നിന്നാടെ ഈ ഡോറിമോൻ വന്നത്, ഞാൻ പോലും അറിയാതെ. ഇവിടെ എന്തുവാടെ, എങ്ങനെയാണ് വന്നത് അവൻ? ഒരുപാട് വട്ടം ചത്ത്, ഇനി എങ്ങനെയും ജയിച്ചാലേ പറ്റൂ. കോൺഫിഡൻസ് അതാണെല്ലാം. നമ്മൾ
മേലോട്ട് പോകണം. നേരത്തെ അവിടെ എത്തുമ്പം ഡോറിമോൻ വരും. അപ്പം നേരെ താഴോട്ട് ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് ഇനി നേരെ മണ്ടയിലോട്ട് പോകണം. ഇനി സ്റ്റെപ്പിൻ്റെ മണ്ടയിലെത്തി സോഫയുടെ അങ്ങോട്ട് പോകണം. ഇനി സോഫയുടെ അവിടെ എത്തുമ്പോൾ ഡോറിമോൻ വരുമ്പോൾ നമുക്ക് തിരിഞ്ഞ് താഴോട്ട് പോകണം. ചുമ്മാ ഇവിടെ കറങ്ങിയതിന് പണി കിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഇനി മണ്ടയിലോട്ട് പോകണം. അതോ ഡോറിമോൻ വന്നു. പെട്ടെന്ന് നമുക്ക് മണ്ടയിലോട്ട് കയറിയിട്ട് ആ സോഫയുടെ അടിയിൽ കൂടെ നമുക്ക് പോകാം. എടേ ഇതെന്തോന്ന് ചപ്പും ചവറേ, ഡോറിമോൻ ഇതൊക്കെ വൃത്തിയായി കൂടെ എടേ, എന്തുവാടേ? ഡോണ്ട് ഓപ്പൺ എന്ന് പറയണ ആ റൂമിൽ പോകണം. ഒന്നാമത് നമ്മൾ കണ്ട റൂമിൽ പോകണം. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് അവിടെ എന്തിനാ ഉണ്ട് ഗൈസ്. അവിടെ എന്തിനാ ഉണ്ട്, ലൈറ്റ് ആണെന്ന് തോന്നുന്നു. എടുത്ത് ഗൈസ് ഫൈനലി നമ്മൾ ഡോറിമോനെ കത്തിക്കുന്നുണ്ട്. ഇതെന്തോന്ന് ഫുള്ള് ഇരുട്ട്. ഗൈസ് നമ്മൾ ഫൈനലി സ്കേറി ഡോറിമോനെ നമ്മൾ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ദോണ്ട കിടക്കണത് കണ്ടില്ലേ, വെട്ടിയിട്ട വരത്തണ്ട് പോലെ. എന്തോന്നൊരു വെള്ള സാധനം. ഓ, ഇത് ഡോറിമോൻ സ്പെയർ പോക്കറ്റ് അല്ലേ. ഇപ്പോൾ നമ്മൾ അതും എടുത്തിട്ടുണ്ട്. ഗൈസ് ഫൈനലി നമ്മൾ ഈ ഗെയിമും കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഗെയിം തന്നെയാണ് ഗെയ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഗെയിംസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗെയ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഗെയ്സ്. നിങ്ങളെ സബ് ഇനി നമുക്ക് വേണ്ടതുകൊണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാ മച്ചാമാർക്കും ഓക്കെ ബൈ.